ശ്രീ രാജു പി നായർ ഇവിടെ ഇവിടെ രഞ്ജിത്ത് എന്തോ ഉടൻ തന്നെ രാജിവെക്കാൻ പോകുന്നു എന്ന വാർത്ത വന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്തോ രാജി ആവശ്യപ്പെട്ടു എന്ന വാർത്ത വന്നു. ഞാൻ വേറൊരു വാർത്താ സോഴ്സിൽ നിന്ന് കേട്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അങ്ങനെ രാജിയൊന്നും ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. സംവിധായകൻ രഞ്ജിത്തിന് എൻ്റെ രാജിക്ക് വേണ്ടി കാത്തിരിക്കാനാണ് തീരുമാനം. ഈ അവസ്ഥ അല്ലെങ്കിൽ ഈ സാഹചര്യം ഏതുവരെ വളരുന്നു എന്ന് നോക്കാനാണ് സാഹചര്യം. അതിഗുരുതരമായ ഒരു ആരോപണം സംസ്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോർപ്പറേഷൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കെതിരെ ഉയർന്നിട്ട് പോലും എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സജി ചെറിയാൻ അദ്ദേഹം രാജ്യം കണ്ട ഏറ്റവും മഹാനായ സംവിധാനമാണ് കേട്ടോ. കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ് രാജു പി നായർ? ഹാഷ്മി, അതിനു മുമ്പായിട്ട് ഞാൻ ഇവിടെ ശ്രീമതി രേവതി സമ്പത്തിനെയും അതുപോലെ തന്നെ സോണിയ മൽഹാറിനെയും അഭിവാദ്യം ചെയ്യുകയാണ്. രേവതി കാണിച്ച ഒരു ആർജവം വളരെ വലുതാണ്. സത്യം പറഞ്ഞാൽ എങ്ങനെ ഈ ചർച്ചയിൽ പങ്കെടുക്കണമെന്നറിയാതെ ഇരിക്കുകയാണ്. കാരണം ഇത്രമാത്രം വലിയ അനുഭവം ആ കുട്ടിക്ക് ഇത്തരത്തിലൊരു ചർച്ചയിൽ വന്നിരുന്നു പറയേണ്ട സാഹചര്യം ഉണ്ടാക്കിയതിൽ ഒരു സഹജീവി എന്ന നിലയ്ക്ക്, ഒരു മലയാളി എന്ന നിലയ്ക്ക് തലതാഴ്ത്തിയാനിരിക്കുക. സിദ്ദിഖ് ഒരു മഹാനടനാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. മഹാനടനാണ് സിദ്ദിഖ്. കാരണം ഇന്നലെ ആ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ തന്നെ സിദ്ദിഖിൻ്റെ ഒരു അപാരമായ ക്ഷമയും ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് പരമാവധി തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമമാണ്. പക്ഷെ അദ്ദേഹം ഒരു മഹാനടനാണ്. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നും അല്ല, ഈ ലോകം കണ്ടതിൽ ഏറ്റവും നല്ല നടനാണ് സിദ്ദിഖ് എന്ന് തെളിയിച്ചു. ജീവിതത്തിൽ അഭിനയിക്കരുത് എന്ന് മാത്രമാണ് അദ്ദേഹത്തോട് പറയാനുള്ളത്. സിദ്ദിഖിനോട് ലജ്ജിച്ച് തല താഴ്ത്തുകയാണ്. ഇവിടെ നോക്കൂ, ഇപ്പോൾ പറഞ്ഞ ഈ വിഷയങ്ങൾ വെച്ചുകൊണ്ട് ഒരു നിമിഷം ഇനി സിദ്ദിഖിനെ ആരെയാണ് ഇത് ഏൽപ്പിക്കുന്നത്? ഇതാരാണ് ഇനി വിശ്വസിക്കേണ്ടത്? അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കെതിരെ ഏറ്റവും ഗുരുതരമായ ഇത് വന്നിരിക്കുക. എനിക്ക് ശ്രീമതി രേവതി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഡിപ്പോസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ, ചെയ്തിട്ടുണ്ടോ എന്നറിയാത്തതുകൊണ്ട് ഞാൻ ഒരു ക്ലോസ് ഇട്ട് പറയുക. അങ്ങനെ രേവതിയുടെ ഒരു ഡിപ്പോസ് ചെയ്തത് അതിനകത്തുണ്ടെങ്കിൽ ഇനി എന്തിനാണ് ഈ സർക്കാർ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഹാഷ്മി, ഞാനൊരു കാര്യം പറയാം. MJ അക്ബറിനെതിരെ മീറ്റു ആരോപണം വന്നു. സത്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ മീറ്റു മൊമെൻ്റാണിത്. കേരളത്തിൻ്റെ മീറ്റു മൊമെൻ്റാണ്. മീറ്റു മൂവ്മെൻറ്റ് ഈ ലോകത്തുണ്ടായപ്പോൾ അതൊരു വലിയൊരു ക്ലെൻസിങ്ങിനാണ് തുടക്കം കുറിച്ചത്. അത് സിനിമാ മേഖല മാത്രമായിരുന്നില്ല, കോർപ്പറേറ്റ് മേഖല, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല, മാധ്യമ മേഖല, എല്ലായിടത്തും അതൊരു ക്ലെൻസിങ്ങിന് പോയി. കാരണം അതിന് റെസ്പോണ്ട് ചെയ്യുന്ന ഭരണകൂടങ്ങൾ ഈ ലോകത്തുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അമേരിക്കയിൽ ഉണ്ടായ മീറ്റു മൂവ്മെൻറ്റിനെ തുടർന്ന് അമേരിക്കൻ കോൺഗ്രസ് മീറ്റു നിയമം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ ഒരു എഫേർട്ട് എടുത്തു. കേരളത്തിലെ മീറ്റു മൂവ്മെൻറ്റിൽ നടക്കുന്നത് ഇന്ന് സർക്കാർ വേട്ടക്കാരോടൊപ്പം നിൽക്കുന്നതാണ്. വേട്ടക്കാരെന്ന് പറയാൻ പാടില്ല, രാത്രി സ്ത്രീകളുടെ വാതിലിൽ മുട്ടുന്നവന്റെ സർക്കാരായിട്ട് പിണറായിയുടെ സർക്കാർ മാറിയിരിക്കുക. രാത്രി സ്ത്രീകളുടെ വാതിലിൽ മുട്ടുന്നവന്റെ സർക്കാർ, അതാണ് ഇന്ന് പിണറായി വിജയൻ സർക്കാർ. അതിനപ്പുറമല്ലേ ഇരട്ടത്താപ്പ് നോക്കൂ. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ 2018 ഒക്ടോബർ 11 ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കാം. MJ അക്ബർ ഷുഡ് റിസൈൻ. എന്താ പോളിറ്റ് ബ്യൂറോ പറഞ്ഞിരിക്കുന്നത്? 7 women journalists have come forward recounting their experience of sexual harassment and unacceptable behavior from MJ Akbar when he was editor of various newspapers. അതുകൊണ്ട് MJ അക്ബർ രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുന്ന പോളിറ്റ് ബ്യൂറോയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സ്റ്റേറ്റ്മെന്റ് വേറെയുണ്ട്. ഇപ്പം ഇത്രയും പേരുള്ളതുകൊണ്ട് സമയം അധികമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. എന്താണ് CPMന്റെ നിലപാട്? CPMന്റെ പോളിറ്റ് ബ്യൂറോ 2018 ഇറക്കിയ പ്രസ്താവന കട്ടായി പോയാ? ഇല്ല, കേൾക്കാം. ഞാൻ രാജുഭായ് നാലക്കെത്താം. ശ്രീമതി MA ഷഹനാസ്, ഇവിടെ അമ്മ എന്ന് പറയുന്ന ഒരു താരസംഘടന എന്ന് അവർ വിളിക്കുന്ന കാണുന്നുണ്ടോ? CPMന്റെ നിലപാട് ഇരട്ടത്താപ്പാണ്. ഈ സർക്കാരിന്റെ നിലപാട് ഇരട്ടത്താപ്പാണ്. ഇത്രയും വലിയ ഒരു വിഷയമുണ്ടായിട്ട് അതിന് ഉത്തരവാദിത്തമുള്ള ആൾക്കാരുടെ കയ്യിലേക്ക് അധികാരം മുഴുവൻ കൊടുത്തിരിക്കുകയാണ്. രഞ്ജിത്തിനെതിരെ ആരോപണം വന്നു. ഹാഷ്മി പറഞ്ഞല്ലോ, രഞ്ജിത്ത് രാജിവെക്കാൻ പോവുകയല്ല. രഞ്ജിത്തിന് സംരക്ഷണം ഒഴുക്കാൻ വേണ്ടി ഔദ്യോഗിക കാറിന്റെ നമ്പർ പ്ലേറ്റ് എടുത്ത് മാറ്റുന്ന സീനാണ് നമ്മളിന്ന് കണ്ടത്. കാരണം അദ്ദേഹം ആ ബോർഡ് വെച്ച് പോകുമ്പോൾ ആരും ആക്രമിക്കാതിരിക്കാൻ അദ്ദേഹത്തിന്റെ വീടിന് സംരക്ഷണം കൊടുത്തു കഴിഞ്ഞു. രഞ്ജിത്താണ് കോൺക്ലേവ് നടത്താൻ പോകുന്നത്, മീഡിയ കോൺക്ലേവ് നടത്താൻ പോകുന്നത് രഞ്ജിത്താണ്. ഒന്ന് ആലോചിച്ച് നോക്കണം എത്രമാത്രം ഗുരുതരമായ ഒരു സാഹചര്യം ഈ സംസ്ഥാനത്ത് നിൽക്കുന്നു. സർക്കാർ മുഴുവൻ